പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആഘോഷങ്ങൾ കൃത്യമായി വീട്ടിൽ ആഘോഷിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മീനുവും കൂട്ടുകാരും. ഇതേ തുടർന്ന് ആഘോഷങ്ങൾ അതീവ ഗംഭീരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സൂരജ്. മീനുവിനെ ഇത്ര ഭംഗിയിൽ സൂരജ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൂരജ് ഒരു നിമിഷത്തേക്ക് മീനുവിനെ നോക്കി നിന്നു പോവുകയും ചെയ്യുന്നു. ഇത് ചിന്താമണി കാണാൻ ഇടയാവുകയാണ്. ചിന്താമണിക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഈ കാര്യം സൂരജിനോട് പറയുക? സൂരജേട്ടൻ ഇങ്ങനെ അവളെ നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിൽ പറയുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ശബ്ദമുണ്ടാക്കി സൂരജിന്റെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ സൂരജ് എന്തിനാണ് മീനു ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയായി. ഇതോടെ മീനുവിനെ കാണാൻ വളരെയധികം ഭംഗിയുണ്ടല്ലോ, ഇത്രയധികം ഭംഗിയിൽ മോളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുത്തശ്ശി മീനുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മീനു, എന്താ കുളിച്ചിന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതെ, അമ്മയുടെ കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി. വിഷുവല്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോഴാണ് വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കിയത്. അത് ഇവിടേക്ക് തരാമെന്ന് വിചാരിച്ചു. പിന്നെ വിഷുവായിട്ട് ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അവൾ. ഇതോടെ മുത്തശ്ശി വീട്ടിലേക്ക് വരും മീനു. എന്തായാലും ഇന്ന് ഒരുമിച്ചാകാം ഭക്ഷണം എന്ന് പറയുന്നു. അയ്യോ, അത് പറ്റില്ല. അമ്മ അമ്മയും അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിക്കാനും ആള് വേണ്ടേ? അതുകൊണ്ട് തന്നെ അമ്മയെ നിരാശപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അതിനെന്താ, മീനു അമ്മയെയും വിളിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ആഘോഷിക്കാം ഇന്ന് വിഷു. എന്തായാലും ഒരുമിച്ച് വിഷു ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രവുമല്ല, നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരേ കുടുംബമാണ്. എന്താ, ഇവിടെ ആർക്കെങ്കിലും അത് ഇഷ്ടമില്ലാത്തതുണ്ടോ? ഇതോടെ മീനു സൂരജിനെ നോക്കുകയായി. പക്ഷേ സൂരജാകട്ടെ മുത്തശ്ശിയെ എതിർത്ത് സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒന്നും പറയാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇത് കാണുന്നത് ചിന്താമണിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പക്ഷേ നേരിട്ട് ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയാവുന്ന ചിന്താമണി തൽക്കാലത്തേക്ക് തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഇതേ തുടർന്ന് വിഷുവിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. പടക്കം പൊട്ടിക്കലും മറ്റുമായി വിഷു വളരെ കളർഫുൾ ആക്കുകയാണ് മീനു. മീനുവിൻ്റെ ഈ ഉത്സാഹം കാണുന്നത് സൂരജിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. മീനുവിനെ ഇത്രയധികം സന്തോഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യുന്നു സൂരജിന്. മീനുവിനെ പോലെയുള്ള ഒരു പെൺകുട്ടിയെയാണ് താനും ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം മനസ്സിൽ ഓർക്കുകയാണ് സൂരജ്. മീനുവാകട്ടെ ഇതേ തുടർന്ന് സൂരജിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. എന്തായാലും വിഷു അതീവ ഗംഭീരമായി ആഘോഷിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എന്തിനാണ് ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? സൂരജും ആഘോഷങ്ങളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് ഈ ആഘോഷങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സൂരജ്. ഞാൻ എന്തായാലും ഇതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. മീനുവും കൂട്ടരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കേൾക്കുന്ന ചിന്താമണി അവിടേക്ക് കടന്നു വരികയും സൂരജേട്ടനെടുത്ത തീരുമാനം ശരി തന്നെയാണ്. എന്തിനാണ് മീനുവിൻ്റെ കൂടെയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്? അവൾ മറ്റൊരു കുടുംബമല്ലേ. നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇതേ സമയം നാരായണനും അവിടേക്ക് കടന്നു വരികയാണ്. മീനു,
വളരെയധികം സന്തോഷത്തോടെ നാരായണനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഇതേ തുടർന്ന് ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ നാരായണനും ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് മീനുവിൻ്റെയും സൂരജിൻ്റെയും മനസ്സിലെ അടുപ്പം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.